കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഓക്കെ, ശരി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അടിയന്തര യോഗം വിളിച്ച ആരോഗ്യമന്ത്രി. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. അതേസമയം അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. കളക്ടർ ജോൺ വി സാമുവൽ മെഡിക്കൽ കോളേജിലെത്തി തെളിവുകൾ ശേഖരിക്കും. സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം ഇന്നും തുടരും. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു. ഒപ്പം കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനും വിവരങ്ങൾ നൽകും. പ്രജിത്ത്, അടിയന്തര യോഗം വിളിക്കുന്നു. ഇത് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. എന്ത് അപകടമുണ്ടായാലും അപകടം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കും, അടിയന്തര യോഗം ചേരും, കുറെ നടപടികൾ പ്രഖ്യാപിക്കും. ആ നടപടികൾ പിന്നീട് എന്താകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ കെട്ടിടം ജീർണാവസ്ഥയിലായി എന്ന് 13 വർഷം മുൻപ് തന്നെ റിപ്പോർട്ട് നൽകിയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഒരാൾ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തിയത്. ആയിക്കോട്ടെ, എന്തായാലും ഈ അടിയന്തര യോഗം ചേരുമ്പോൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിലേക്ക്? ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിലൊരു ശ്രദ്ധേയമായ വിഷയം ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അപകടമുണ്ടായ പ്രശ്നത്തിൽ ഒരു സർക്കാരിന്റെ വീഴ്ച എന്നതിനപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിലടക്കമുണ്ടായ പാളിച്ചകൾ സമയവേഗമറ്റക്കും വലിയ ചർച്ചയായി മാറുകയും ഇത് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതിന്റെ പിന്നാലെയാണ് ഇത്തരമൊരു യോഗം വിളിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ ഈ അപകടം സംബന്ധിച്ച വിവിധ പരിശോധനകൾ നടക്കാൻ പോവുകയാണ്. കളക്ടറുടെ അന്വേഷണം അടക്കമുള്ളവ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ചേരുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് തുടർച്ചയായി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, ആരോഗ്യ ഉപകരണങ്ങളുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ലഭ്യതക്കുറവ് തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇന്ന് ഈ ആരോഗ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ഇന്നു മുതൽ നടക്കാനിരിക്കുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നത്. എന്തൊക്കെ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളത് കൂടുതൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാലപ്പഴക്കം ഉള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന രീതിയിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത, മരുന്നുകളുടെ കുറവ്, ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഏതാണ്ടൊരു മാനേജ്മെന്റ് ലെവലിൽ സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളും ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത മെഡിക്കൽ കോളേജുകളും കഴിഞ്ഞ കുറച്ച് വർഷമായി ഈ ആശുപത്രി മാനേജ്മെന്റ് തലത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. ഈ റവന്യൂ സംഘത്തിലേക്ക് പരിശോധന ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ യോഗവും മന്ത്രി വിളിച്ചിരിക്കുന്നത്. യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതേസമയം കോട്ടയം ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ചകളും ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് സംവിധാനങ്ങൾ മാറ്റുന്നത് കാലപ്പഴക്കം ചെന്ന് അപകടാവസ്ഥയിലായി നിൽക്കുന്ന ഒരു കെട്ടിടമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അതിൽ രോഗികളും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകാരും ഒക്കെ അവിടേക്ക് എത്തിയ സാഹചര്യമൊക്കെ ഇന്നെന്തായാലും ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ടാകും. വീണ, മറ്റൊന്ന്, ഈ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങളുണ്ടല്ലോ പ്രജിത്ത്. അതുകൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പൻ തന്നെ അവിടെ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. അതുൾപ്പെടെ മറ്റ് രോഗികൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ടുകളായി നൽകിയിരുന്നതാണ്. ഇതെല്ലാം ഒരുപക്ഷെ പൊതുജന സമക്ഷമുണ്ട്. മന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയിൽ, ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങളാണ്. അടിയന്തരമായി ഇടപെടേണ്ട ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ കെട്ടിടത്തിനുള്ളിൽ പലപ്പോഴും ഈ പാവപ്പെട്ടവർ അവരുടെ ഉറ്റവരുടെ ജീവൻ ഇല്ലാതാകുമ്പോൾ അതിൻ്റെ കാരണം തേടി പോകാറില്ല. നമുക്കറിയാം, ഉപകരണങ്ങളുടെ അഭാവം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, അതിന് പാവങ്ങളുടെ കഴിവില്ലായ്മ, ഇതെല്ലാം കാരണം എത്രയോ ജീവനുകൾ ഒരുപക്ഷെ ഈ മെഡിക്കൽ കോളേജുകൾക്കുള്ളിൽ പൊലിയുന്നുണ്ടാകണം. എല്ലാം സമഗ്രമായി ഇന്നത്തെ യോഗത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ, അതോ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം മാത്രം എടുക്കുമോ? ഈ ഒരു യോഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെയാണ്. ഈ യോഗങ്ങളൊക്കെ ഒരു വെറും കാര്യക്ഷമമല്ലാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നില്ല. യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും, ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആശുപത്രികളിലെ പ്രശ്നങ്ങൾ കണക്കെടുക്കാനുള്ള ഒരു പഠനം നടത്താനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ഉദ്യോഗസ്ഥ സംഘത്തെയൊക്കെ വിന്യസിക്കുന്നത് പോലെയുള്ള നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്ന രീതിയിൽ കൂടുതൽ പരിശോധന നടത്താൻ ഒരുപക്ഷെ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു ചുമതല നൽകുന്ന സാഹചര്യം ഈ യോഗത്തിൽ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിശോധനകൾക്കൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതും പലപ്പോഴും ഈ പല
അപകടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ തൊലിപ്പുറത്തുള്ള പരിശോധനകളും മറ്റും മാത്രമായി ഒതുങ്ങി പോകുന്നതിന്റെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പരാതികളടക്കം സമാനമായ രീതിയിൽ പലപ്പോഴായി പലരും ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും അത് ഔദ്യോഗിക രംഗങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പരിഗണന കിട്ടാതായി പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊരു വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾ മാത്രമായിരിക്കും അതിലൊരു ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും നടപടികളോ ഉണ്ടാകുക. എന്തായാലും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് അവിടെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് ഒരുപക്ഷെ ഒരു സുരക്ഷാ ഓഡിറ്റിനുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലൊരു പരിശോധനകൾക്ക് ഒരു വിദഗ്ധ സംഘത്തെയൊക്കെ നിയോഗിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. ശരി പ്രജിത്ത്, ഏതായാലും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തര യോഗം ആരോഗ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി യോഗം ചേരുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ